അവർ tour.1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോട്ടിംഗ്ഹാം കാസിലിലെ മറ്റൊരു ഗുഹാ ടൂറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കുറേ അധികം ഗുഹകളുണ്ട് ഈ നോട്ടിംഗ്ഹാം കാസിലിൽ. ഭടന്മാർക്ക് കൊട്ടാരത്തിലെത്തുവാനും ശത്രുക്കളെ ആക്രമിക്കുവാനും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഗുഹകളെല്ലാം. ഇതെല്ലാം വളരെ വിശദമായി ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ചുണ്ണാമ്പുകല്ലാണ് ഈ ഗുഹ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. പകുതിയിലധികവും പൊട്ടിപ്പൊളിഞ്ഞു പോയതിനു ശേഷം റീകൺസ്ട്രക്റ്റ് ചെയ്തതാണെന്നാണ് ആ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഈ ഗുഹയിൽ വാളും മറ്റും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പല വഴികളുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ. ശത്രുക്കൾക്ക് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഒരു വിധേനയും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അങ്ങാടിയിൽ നിന്നും പല ചരക്ക് സാധനങ്ങളും ഈ ഗുഹ വഴിയായിരുന്നത്രേ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നത്. ചില സ്ഥലങ്ങളിൽ വായുസഞ്ചാരത്തിനായി നിർമ്മിച്ചിട്ടുള്ള പ്രത്യേകം ജനലുകൾ കാണാം. ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാമെങ്കിലും പുറത്തു നിന്ന് ആർക്കും ഉള്ളിലേക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ നടന്ന യുദ്ധങ്ങളെ പറ്റിയും മറ്റും ഒരുപാട് കഥകൾ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് കടക്കുന്നത് ഒരു ചെറിയ മൈതാനത്തിലേക്കാണ്. പണ്ടിവിടെ ഒരു പുഴയുണ്ടായിരുന്നത്രേ. കണ്ടിട്ട് അതൊരു കിടങ്ങായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നി. ഈ കിടങ്ങ് ചാടിക്കടന്നു വേണം ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ പോയത് നോട്ടിംഗ്ഹാമിലെ തെരുവീഥികൾ കാണുവാനാണ്. നോട്ടിംഗ്ഹാം പൊതുവെ ജനങ്ങൾ കുറഞ്ഞ സ്ഥലമാണ്. നോക്കൂ, ഈ സ്ട്രീറ്റിലൊന്നും ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. ഇതൊരു വർക്കിംഗ് ഡേ കൂടിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം സ്ട്രീറ്റിലൊന്നും ആൾക്കാരില്ലാത്തത് എന്ന് തോന്നുന്നു. പട്ടണപ്രദേശത്തെല്ലാം അല്പം ആൾക്കാരെ ഞങ്ങൾ കണ്ടു. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഭയം തോന്നി. കാരണം റോട്ടിലൊന്നും ഒരാളുമില്ല. ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സിറ്റിയുടെ നടുക്കിലേക്ക് പോയി. സിറ്റിക്ക് നടുവിൽ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവിടെയും ജനങ്ങൾ വളരെ കുറവാണ്. ഇതൊരു സിറ്റി സെൻറ്ററും സിറ്റി സ്ക്വയറുമാണ്. ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ ജനങ്ങൾ ഒത്തുകൂടുന്നത്. ഇവിടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ജനങ്ങൾക്കെല്ലാം ഫ്രീ ആയി കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങിക്കാം. ഈ ഹെൽത്ത് ഡ്രിങ്ക് വാങ്ങുമ്പോൾ ഒരു കൂപ്പണും തരും. അത് കടയിൽ പോയി കൊടുത്താൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതേ ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാം. റോക്ക് സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾക്കും കിട്ടി ഓരോ റോക്ക് സ്റ്റാർ ഹെൽത്ത് ഡ്രിങ്ക് ടിന്നുകൾ. നമ്മുടെ നാട്ടിലെ പെപ്സിയും കൊക്കക്കോളയും മാതിരിയുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക്. രാത്രികാലങ്ങളിൽ ഉറക്കം വരാതിരിക്കുവാൻ ഡ്രൈവർമാരെല്ലാം കുടിക്കുന്നതാണ് അത്രേ ഈ ഹെൽത്ത് ഡ്രിങ്ക്. ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടു ഒരു റോഡ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ. ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ സ്ക്വയറിൽ ഒരുപാട് ജനങ്ങൾ വന്ന് കളിയും മറ്റുമായി സമയം ചിലവഴിക്കുന്നു. ഇതാണ് റോഡ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ. വളരെ ഭംഗിയായി അത് ക്ലീൻ ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് ബ്രഷ് വെച്ച് തുടയ്ക്കുക മാത്രമല്ല, വാക്വം വെച്ച് വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കണ്ട ശേഷം കുറേ നേരം അവിടെ സമയം ചിലവഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.